സാലികം എന്താണ് ഈ മോട്ടിവേഷൻ? നമ്മളൊരുപാട് മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാറുണ്ട്, ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത ദിവസം ഒരു വിദ്വാന് ഒരുപാട് ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന, അതായത് ബിസിനസ് മാൻമാരുടെ ഒരു മീറ്റിങ്ങിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് തെണ്ടികളായ ബിസിനസ്മാൻമാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് സഹിച്ചില്ല. പലരും മിണ്ടാതിരുന്നു. ഒരാൾ എണീറ്റിട്ട് അതിനെ ശക്തമായി എതിർത്തു. അദ്ദേഹം പരിപാടി നിർത്തി പോകേണ്ടി വന്നു. 4 ലക്ഷം രൂപയാണ് അത്ര അദ്ദേഹത്തിൻ്റെ പ്രതിഫലം. അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് മോട്ടിവേഷൻ, ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മാനസികമായും ശാരീരികമായൊക്കെ നമ്മൾ ഒറ്റപ്പെടാതെ ഓരോ പ്രശ്നങ്ങളെയും എങ്ങനെ നമ്മൾ തരണം ചെയ്യണം, അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മാനസിക ത്രാണി നേടിയെടുക്കുക എന്നാണ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചൊരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, നമ്മുടെ കഴിഞ്ഞു പോയ വർഷങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. എവിടെയാണ് നമുക്ക് നഷ്ടം പറ്റിയത്, എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് ആളുകൾ അതിന് മാതൃകയാക്കാൻ പറ്റിയിട്ടുണ്ടാകും. നമ്മളെ കുടുംബത്തിലൊക്കെ വിജയിച്ച് കാണിച്ചു തന്നവർ, വേണ്ടാത്ത വഴികളിലൂടെ പോയിട്ട് എല്ലാം നഷ്ടപ്പെട്ടവർ, ഇതൊക്കെ തന്നെയാണ് മോട്ടിവേറ്റ് ആവേണ്ടത്, നമ്മുടെ മാതൃകയാക്കേണ്ടത്. അതൊക്കെ കണ്ട് അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള എല്ലാ ചുറ്റുപാടും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു പൊട്ടത്തനം പറയുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ അവരുടെ ജീവിതം വഴിപിഴച്ചു പോകുന്ന, അല്ലെങ്കിൽ അവർ ജീവിച്ചു പോകുന്ന ഈ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടായിരിക്കാം. ജീവിതത്തിൽ എന്തെങ്കിലും വിജയം അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളിൽ നിന്ന് വലിയ വിജയങ്ങളിലേക്ക് കയറിയ ചില ആളുകളുടെ ജീവിതം നമുക്ക് മോട്ടിവേറ്റ് ആക്കി എടുക്കാൻ പറ്റും. അതല്ലാതെ ഇങ്ങനെ ക്ലാസ് എടുത്ത് അതിന് വമ്പൻ പ്രതിഫലം വരുമാനമാക്കി മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഈ മോട്ടിവേഷനിൽ എന്ത് കാര്യമാണുള്ളതെന്നൊക്കെ മിഞ്ഞാന്നോ ആരോ ചോദിക്കുന്നത് കേട്ട്, അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള എല്ലാ ചുറ്റുപാടും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളുടെ പ്രശ്നങ്ങളിലും നമ്മുടെ ഇന്നലകളിലൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. പിന്നെ മറ്റുള്ളവൻ്റെ മോട്ടിവേഷൻ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ.